ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി നൽകിയത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പറയൂ. പങ്കജ് ഭണ്ഡാരി നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, കൃത്യമായിട്ട് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. ഈ ഹർജി ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചാണ് തള്ളിയിരിക്കുന്നത്. SITയുടെ ഭാഗത്തു നിന്നും നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി തള്ളിയിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ആണ് പങ്കജ് ഭണ്ഡാരി. ഈ കേസിലെ 13ാം പ്രതിയുമാണ്. കൃത്യമായിട്ട് കാരണങ്ങൾ തന്നെ ബോധിപ്പിക്കാതെയാണ് അറസ്റ്റ് ചെയ്തത്. സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകളിലെ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് SITയുടെ ഈ ഒരു രീതി എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റ് അസാധുവാക്കണം എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും പങ്കജ് ഭണ്ഡാരി ഉന്നയിച്ച ആവശ്യം. നേരത്തെ SIT ഹൈക്കോടതിയിൽ ഉയർത്തിയ ഒരു വാദം എന്ന് പറയുന്നത് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട്, മാത്രമല്ല അറസ്റ്റിന് വേണ്ട മതിയായ കാരണങ്ങൾ അത് കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു SITയുടെ വാദം. ഹൈക്കോടതി ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം വാദത്തിനിടെ നടത്തുകയും ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ മതിയായ കാരണം ചൂണ്ടിക്കാട്ടണം, മാത്രമല്ല നടപടിക്രമങ്ങൾ സുപ്രീം കോടതി നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവ് പ്രകാരം അത് പാലിക്കപ്പെടുകയും വേണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം. മാത്രമല്ല ഈ സ്വർണ്ണക്കവർച്ചാ കേസിലെ പ്രതികളുടെ അറസ്റ്റ് അനിവാര്യമാണെന്നുള്ള ഒരു നിരീക്ഷണം കൂടി ഹൈക്കോടതി അന്ന് നടത്തിയിരുന്നു. എന്തായാലും പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റിൽ യാതൊരുവിധ നിയമവിരുദ്ധതയും ഇല്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയത്. ഈ ഹർജി തള്ളിയ ഉത്തരവിന്റെ പകർപ്പ് വൈകുന്നേരത്തോടുകൂടി പുറത്തു വരും. അതിലായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാവുക. ശരി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പങ്കജ് ഭണ്ഡാരിയുടെ പരാതി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.